നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂകി വിളിച്ച അമൃത് ഭാരത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം. റെയിൽവേ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സ്വീകരണ ചടങ്ങിൽ. തച്ചമ്പാറ മാച്ചാന്തോട് ചന്തണ്ടയിൽ നാട്ടുകാരെ വിറപ്പിച്ച പുലി കുടുങ്ങി. കഴിഞ്ഞ ദിവസം കാളക്കുട്ടിയെ പുലി ആക്രമിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. പുലി കുടുങ്ങിയത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. ദേശാടനക്കിളിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. ദേശാടന പക്ഷികൾ വിരുന്നെത്തി മുട്ടയിട്ട് അടയിരിക്കുന്ന ഈ പുൽക്കാടുകളിൽ വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ ജാഗ്രതയോടെ അഗ്നിരക്ഷാസേന. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. റെയിൽവേ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ചൂളം വിളിച്ചെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 6:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന് വാദ്യമേളത്തിൻ്റെയും പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടുകൂടി ഊഷ്മളമായ സ്വീകരണം. വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത പുതിയ ട്രെയിനാണ് നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ്. ADRM ജയകൃഷ്ണൻ അടക്കമുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരും ജീവനക്കാരും BJP കൗൺസിലർ EP നന്ദകുമാർ അടക്കമുള്ളവരും സന്നിധരായിരുന്നു. വനിതാ ലോക്കോ പൈലറ്റുമാരെ EP നന്ദകുമാർ, MP സതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പൊന്നാടയണിച്ച് അഭിനന്ദിച്ചു. പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഊഷ്മളമായ സ്വീകരണത്തിന് ശേഷം പിന്നീട് അമൃത് ഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്നും യാത്ര തിരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തച്ചമ്പാറ മാച്ചാന്തോട് ചന്തണ്ടയിൽ നാട്ടുകാരെ വിറപ്പിച്ച പുലി കുടുങ്ങി. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു കാളക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. പാലത്തിന്റെ ഇടതുഭാഗത്താണ് വെള്ളിയാഴ്ച തീ പടർന്നത്. പുഴയിലെ തീപിടുത്തം ദേശാടനക്കിളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വൻ ഭീഷണിയാണ്. മണൽത്തിട്ടകളിൽ ഉണങ്ങി നിന്നിരുന്ന പുൽക്കാടുകളിലൂടെയും ആറ്റുവഞ്ചി ചെടികളിലൂടെയുമാണ് തീ കത്തിപ്പടർന്നത്. കിഴക്ക് ഭാഗത്തു നിന്ന് കത്തിത്തുടങ്ങിയ തീ വടക്ക് ഭാഗത്ത് മായന്നൂർ പാലത്തിന് സമീപം വരെ എത്തി. ഏകദേശം 1.5 ഏക്കർ സ്ഥലമാണ് കത്തി നശിച്ചത്. ആറ്റുവഞ്ഞികൾ പൂത്തു പടർന്ന് നിൽക്കുന്നതിനാൽ തീ ഇടയ്ക്കിടെ ആളിക്കത്തി മറ്റു ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ പടരുകയായിരുന്നു. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണെന്ന് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിരമായി പടരാറുള്ള ഭാഗത്തും തീപിടുത്തമുണ്ടായിരുന്നു. 6 വർഷത്തിലേറെയായി വേനൽക്കാലമായാൽ പുഴ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണിത്. കഴിഞ്ഞ ബുധനാഴ്ചയും തീ പടർന്നിരുന്നു. ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന മാസങ്ങളാണിത്. അപൂർവമായി കാണപ്പെടുന്ന പക്ഷികൾ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിലാണ്. നീരൊഴുക്ക് കുറഞ്ഞ പുഴയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ദേശാടന കിളികൾ എത്താറുള്ളത്. 2022 പുഴയിലെത്തുന്ന കിളികളെ സംരക്ഷിക്കുന്ന ജൈവവേലി പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത് നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വേനൽക്കാലങ്ങളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതലും ജാഗ്രതയുമായി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം. ഇത്തവണ വേനലിന് ചൂടിന് കാഠിന്യം കൂടുമെന്നാണ് അറിയുന്നത്. അനാവശ്യമായി തീയിടുന്ന പ്രവണതകൾ കണ്ടുവരുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾ ഒഴിവാക്കണമെന്നും അഗ്നിരക്ഷാസേന വിഭാഗം അധികൃതർ പറഞ്ഞു. വേനലിൽ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടുതൽ ജാഗ്രത വേണമെന്ന ആവശ്യകത ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം അധികൃതർ നൽകുന്നത്. ഇത്തവണ വേനലിൽ ചൂടിന് കാഠിന്യം കൂടുതലുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഷൊർണൂരിലെ
അഗ്നിരക്ഷാ സേനാ വിഭാഗം ഓഫീസിലേക്ക് ഇത്തവണ വേനലിലെ പ്രാരംഭത്തിൽ തന്നെ 25ഓളം കോളുകൾ തീപിടുത്തവുമായി വന്നിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അനാവശ്യമായി തീ ഇടുന്ന പ്രവണതകൾ കണ്ടുവരാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് സ്റ്റേഷൻ ഓഫീസർ AK ഗോവിന്ദൻകുട്ടി STV ന്യൂസിനോട് പറഞ്ഞു. വീട്ടുവളപ്പിലും പറമ്പുകളിലും ഉണങ്ങിയ ചപ്പുകളും മറ്റും തീ ഇടുകയാണെങ്കിൽ തന്നെ രാവിലെ 6 മണി സമയങ്ങളിൽ ആവാമെന്നും അധികൃതർ പറയുന്നു. വേനൽ തുടങ്ങി, ഇപ്പോൾ തന്നെ തീപിടുത്തവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 26 തീപിടുത്തം 26 കോളുകളായിട്ടുണ്ട്. ഈ വേനൽക്കാലം ഒന്നുകൂടി നല്ല സ്ട്രോങ് ആവുന്നതാണ് കേൾക്കുന്നത്, ശക്തി കൂടുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഒപ്പം തന്നെ അനാവശ്യമായി തീയിടുന്ന ഒരു പ്രവണതയുണ്ട്, അത് ആവുന്നത് ഒഴിവാക്കാൻ നോക്കുക. ഇനി അങ്ങനെ തീയിടുന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയിലകളും വേസ്റ്റൊക്കെ കൂട്ടി കത്തിക്കണമെങ്കിൽ അതിരാവിലെ അത് കുറച്ച് വെള്ളം എല്ലാം സജ്ജീകരിച്ച ശേഷം മാത്രം തീ കൊളുത്തുക. അല്ലെങ്കിൽ പിന്നെ വെയിൽ നേരങ്ങളിൽ, പക്ഷെ അതെന്തായാലും പടരാതെ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പടരരുത്. പിന്നെ ഒരേ സമയം തന്നെ നമുക്ക് ഈ ഉച്ച സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരേ സമയം 4 കോളുകളൊക്കെ വരുന്നുണ്ട്. ഈ ഇത്രയും സ്ഥലത്തേക്ക് ഒരേ സമയം പോകാനുള്ള നമുക്ക് അത്രയും സ്റ്റാഫുകളും ആനങ്ങളും അത്രയും ഒരേ സമയം 4 വരുമ്പോൾ നമ്മളാകെ ബുദ്ധിമുട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ തീയിടുമ്പോൾ അത് ഇടുന്നവർ തന്നെ അത് ആവുന്നതും പടരാതെ, സമീപ പ്രദേശങ്ങളിൽ പടരാതെ ശ്രദ്ധിക്കുക. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കോളുകൾ വന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ പരിമിതമായ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂവെന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ട് കൃഷിയിൽ നെൽകൃഷിക്ക് ഓലകരിച്ചിൽ രോഗം വ്യാപകം. കർഷകർ ആശങ്കയിലാണ്. പക്ഷേ കഴിഞ്ഞ വിളയെടുക്കുമ്പോൾ ഞങ്ങളെല്ലാം 2-3 പ്രാവശ്യം രാസവളമൊക്കെ ഇട്ടിട്ട് വളരെ താല്പര്യത്തോടു കൂടി കൃഷി നന്നായിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ ഓലകരിച്ചിലും മഞ്ഞളുപ്പും ഒരു പഴുപ്പും എല്ലാം കൂടി വന്നിട്ട്, അതായത് എത്ര മേനി കിട്ടുക എന്നുള്ളൊരിതുണ്ടല്ലോ, ആ മേനി കണക്കാക്കാൻ പറ്റാതെ 100 ചാക്ക് നെല്ല് കിട്ടുന്ന ആൾക്ക് 20 ചാക്ക് നെല്ല് കിട്ടാൻ വഴിയില്ല എന്നൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അങ്ങനെ ആയിട്ട് അതങ്ങനെ പോയി ഉള്ളത് സപ്ലൈകോനൊക്കെ കൊടുത്ത് അത് ശരിയായിക്കൊണ്ടിരുന്നു ഇതായി. പക്ഷേ വീണ്ടും ഇപ്പം അത് വന്നിരിക്കുന്നു. വീണ്ടും ഈ പുകലിനും അത് അതിൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വളം ഇട്ടതിന് ശേഷം അത് എന്താണ് മാറിയെന്നോ അല്ലെങ്കിൽ അത് വിട്ടുപോയിന്നോ പറയാനറിയില്ല. കതിര് നിരക്കാറായ നെൽകൃഷിക്കാണ് ഓലകരിച്ചിൽ രോഗം വ്യാപകമായി കണ്ടത്. രോഗത്തിന് തുടക്കത്തിൽ തന്നെ ബ്ലീച്ചിങ് പൗഡർ തുണിയിൽ കെട്ടി വയലിലെ പല ഭാഗങ്ങളിലായി നിക്ഷേപിച്ചാൽ രോഗം ഒരു പരിധിവരെ തടയാനാകുമെന്ന് പെരിങ്ങോട്ട് കൃഷി ഓഫീസർ അർച്ചന കർഷകരുടെ യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മരുതൂരിൽ നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുക. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. നിലവിൽ മരുതൂരിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണുള്ളത്. വാരണാകുഷിയിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. പഴയ കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് പൊളിച്ചുമാറ്റിയാണ് മരുതൂരിൽ നിലവിലുള്ള സ്ഥലത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കൂടുതൽ സൗകര്യത്തോടുകൂടിയാണ് നിർമ്മാണം. പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കുന്നത്. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിന്റെ പ്രവർത്തനം പോക്കുപടിയിലെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ ഇതിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് സ്മാർട്ടായി മാറാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രസിദ്ധമായ മുള്ളൂർക്കര വാഴക്കോട് രാണ്ടു നേർച്ച 8 ദിവസങ്ങളായി നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നേർച്ചാഘോഷത്തിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിക്കും. വാഴക്കോട് ഖത്തീബ് ഹംസ ബാഘവി സിയാറത്തിന് നേതൃത്വം നൽകും.
3 ദിവസത്തെ മൗലീദ് സദസ്സുകൾക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ട് 8 മണിക്ക് കുത്തൂബിയത്ത് വാർഷികത്തിന് EK മൂസ മുസ്ലിയാർ കാണിപ്പയ്യൂർ നേതൃത്വം നൽകും. വിവിധ മസ്ജിദുകളിലെ ഇമാമുമാർ പങ്കെടുക്കും. വ്യാഴാഴ്ച ആനക്കര കോയക്കുട്ടി ഉസ്താദ് നഗറിൽ നടക്കുന്ന ദിക്ർ വാർഷിക ദുആ സമ്മേളനത്തിന് SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ നേതൃത്വം നൽകും. വെള്ളിയാഴ്ച പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നഗറിൽ നടക്കുന്ന മജ്ലിസുന്നൂർ വാർഷികത്തിന് ഉസ്താദ് മുസ്തഫ ബദ്രി, ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി എന്നിവർ നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 9 മുതൽ ആറ്റൂർ ദാറുൽ ഫലാഹിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഖത്മുൽ ഖുർആൻ, അബ്ദുൾ റസാഖ് മുസ്ലിയാർ വെൺമേനാട് നേതൃത്വം നൽകുന്ന പ്രാർത്ഥനാ സംഗമം എന്നിവയുണ്ടാകും. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കുമെന്ന് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അറിയിച്ചു. ഈ നാട്ടിലെ നാനാ വിഭാഗം ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും ആശയകേന്ദ്രമായി എല്ലാവരുടെയും സാന്നിധ്യം അറിയിക്കുന്ന ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ വാഴക്കോട് ജാറത്തിൽ ആണ്ട് നേർച്ചയ്ക്ക് നാളെ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കൊടിയേറ്റത്തോടുകൂടെ തുടക്കം കുറിക്കുകയാണ്. നാളെ മുതൽ 31-ാം തീയതി വരെ വിവിധ മൗലിക സദസ്സുകൾ, അതുപോലെ തന്നെ കുത്തുബിയത്തിൻ്റെ വാർഷികം, ദിക്ർ വാർഷികം, മജ്ലിസുന്നൂർ വാർഷികം എല്ലാം കഴിഞ്ഞ് 31-ാം തീയതി ശനിയാഴ്ച രാവിലെ ഖത്മുൽ ഖുർആൻ പാരായണത്തോടുകൂടെ അബ്ദുൾ റസാഖ് ഉസ്താദിൻ്റെ ദുആ സമ്മേളനത്തോടുകൂടെ ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി നേർച്ച സമാപിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുണ്ടൻ കൃഷി കൊയ്ത്ത് കഴിഞ്ഞതോടെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ചെമ്മരിയാട്ടിൻ കൂട്ടകൾ മേയാനായി നാട്ടിലെത്തി. ഇനി 3 മാസക്കാലം ആടുകൾക്ക് ഇവിടെ സ്വർഗ്ഗവാസമാണ്. ആടുമേയ്ക്കാൻ എത്തുന്നവർക്ക് ദുരിതകാലവും. ചേലക്കരയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. 500ഓളം ആടുകളുമായിട്ടാണ് ചേലക്കര നാട്ടിൻ ചിറക്കുളത്തിന് സമീപമുള്ള വയലിൽ ആടുകൾ എത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ ആടുകൾ 300 എണ്ണവും ചെറിയ ആടുകൾ 200 എണ്ണവും അടങ്ങുന്നതാണ്. ഇതുകൂടാതെ നാടൻ ആടുകളുമുണ്ട്. പാടശേഖരങ്ങളിലെ കൃഷി കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ആടുകൾക്ക് പുല്ലും മറ്റും കഴിക്കാൻ ഇവിടെ യഥേഷ്ടമുണ്ട്. ഇവരെ നോക്കുന്നത് കോയമ്പത്തൂർ സ്വദേശികളായ ജഗന്നാഥൻ, കാളിയപ്പൻ എന്നിവരാണ്. രാവിലെ 10 മണിക്ക് ആടുകളെ കൂട്ടിൽ നിന്നിറക്കും. തുടർന്ന് കൊയ്ത്തു കഴിഞ്ഞ എല്ലാ പാടശേഖരങ്ങളിലൂടെയും ഇവർ ആടുകളെ മേച്ച് സഞ്ചരിക്കും. ഇവർക്ക് കൂട്ടിനായി 5 വേട്ടപ്പട്ടികളുമുണ്ട്. ഇതുകൂടാതെ ഈ 500 ആടുകളെ നിയന്ത്രിക്കുന്നത് നാടൻ വിഭാഗത്തിൽപ്പെട്ട മണിയൻ എന്ന് പേരിട്ടുള്ള വലിയ മുട്ടനാടാണ്. ഇവനാണ് മുൻപന്തിയിൽ നടക്കുക. ഇവൻ നടന്നാലാണ് ബാക്കിയുള്ള ആടുകൾ പിന്നിൽ നടക്കുകയുള്ളൂ. ജോലിക്കാർ എത്ര ശ്രമിച്ച് ഇവരെ ആട്ടിയാലും ആട്ടിൻകൂട്ടങ്ങൾ മണിയൻ നടക്കുന്ന സ്ഥലത്തുകൂടെ മാത്രമേ പോകുകയുള്ളൂ. അതാണ് അവരുടെ ശൈലി. വൈകിട്ട് 5 മണിക്ക് ആട്ടിൻകൂട്ടങ്ങളെ പാടത്ത് തന്നെ ഉണ്ടാക്കിയ വലകളുടെ കൂടാരത്തിലാണ് താമസിപ്പിക്കുക. അതിന് കാവലായിട്ട് വേട്ടപ്പട്ടികളും. പൊള്ളുന്ന വെയിൽ കഴിഞ്ഞാൽ കടുത്ത തണുപ്പ് സഹിച്ച് ജോലിക്കാർ അവിടെ കിടക്കും. ഇനി ഇവർ ആടുകളുമായി ചേലക്കര, പഴയന്നൂർ, ആലത്തൂർ വരെയുള്ള പാടശേഖരങ്ങളിൽ ആടുകളെ മേയാനായി കൊണ്ടുപോകും. ഏപ്രിൽ അവസാനിക്കും വരെ ഇവർ നാട്ടിൽ തുടരും. മലയാളികൾ നല്ല സഹകരണമാണ് തങ്ങളോട് ഉള്ളതെന്ന് ജഗന്നാഥൻ പറഞ്ഞു. കോയമ്പത്തൂരിൽ പിന്നെ വന്നിട്ടപ്പോൾ 3 മാസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ മാറി പോകും. പിന്നെ പാടൂർ വഴിക്ക് പോയിട്ട് പിന്നെ ആലത്തൂർ വഴിക്ക് പോയിട്ട് ഏപ്രിൽ മാസം തമിഴ്നാട് എത്തുന്നു. ആടുകൾ ആട് 500 എണ്ണം ഉണ്ടെന്ന്. മുതലാളി വന്നിട്ട് രംഗനാഥൻ, സുരേഷ്, പിന്നെ നാങ്ങളൊക്കെ പണിക്കാരനാണ്. ഒരു ദിവസത്തെ കൂലി 800. 2 ദിവസം 2 നേരം സാപ്പാട് അവി തരുക. എങ്ങനെ കേരളത്തിലെ ആളുകൾ തന്നെ അല്ല, നല്ല ആളുകൾ, നല്ല ഒന്നും പിടിച്ചില്ല, നല്ല ആളുകൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര മുൻ CCV മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ റിൻസൻ ചേലക്കരയുടെ നിര്യാണത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV രംഗത്തെ പ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. കേബിൾ TV രംഗത്ത് തന്നെ വളരെ സീനിയറായ, ഞങ്ങളെക്കാളുള്ള സീനിയറായ നല്ലൊരു കുടുംബനാഥനായിരുന്നു. നമുക്കറിയാം, മരണം അതൊരവസ്ഥയാണ്. അതിനെ തടുത്തു നിർത്താൻ ലോകത്താക്കി കഴിഞ്ഞതായിട്ടുള്ള ചരിത്രം പറയുന്നില്ല. ചില മരണങ്ങൾ അകാലത്ത് അകാരണമായി വരുന്ന ചില മരണങ്ങൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ തന്നെ ഇരുട്ടിലാക്കും അത്തരത്തിലൊരു മരണമാണ്. മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CCVയുടെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രമുഖർ അനുസ്മരിച്ചു. മേഖലാ സെക്രട്ടറി മനോജ് KV സ്വാഗതം ആശംസിച്ചു. ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, ടിവാൻ ഹെഡ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് സിജി,
വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വിജയൻ മണ്ണുത്തി, മേഖലാംഗം ആൻഡോ വി മാത്യു, ചെറുതുരുത്തി ഹെഡും MD-യുമായ മനോജ് കേച്ചേരി, മേഖലാ സെക്രട്ടറി റജി MR, വടക്കാഞ്ചേരി മേഖലാ അംഗം ബക്കർ, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മഞ്ചേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പരേതിനോടുള്ള ആദരസൂചകമായി നടന്ന ചടങ്ങിൽ മേഖലയിലെ നിരവധി കേബിൾ ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊണ്ടായി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിലെ നവീകരണ കലശവും മഹാകുംഭാഭിഷേകവും ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുമെന്ന് കൊണ്ടാഴി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ദിവാകരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നമ്മൾ ഈ തൃത്തംതളി ക്ഷേത്രത്തിലെ നവീകരണ കലശവും കുംഭാഭിഷേകവും 24 ജനുവരി 24 വൈകുന്നേരത്ത് തുടങ്ങി 1 ഉച്ചയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 5 വൈകിട്ട് മുതൽ ഉത്സവം കൊടിയേറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 15 ശിവരാത്രി. അങ്ങനെയാണ് നമ്മളുടെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം ഒരു കാലത്ത് വലിയൊരു പ്രതാപത്തിലുണ്ടായിരുന്ന ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ പല ഭാഗത്തും നോക്കിയാൽ അറിയാമായിരുന്നു. ഇവിടെ ആകെ ഒരു വിജനം പറമ്പായിരുന്നു. 2 ഭാഗം ഗായത്രിപ്പുഴ ഒക്കെ ആയിട്ടുള്ള ഒരു പഴയ കാലത്തെ സ്ഥിതി അതായിരുന്നു. ഞാൻ കാണുന്ന കാലത്തൊക്കെയാണ് ഇവിടെ പഴയ ഗർഭഗൃഹത്തിൻ്റെ മുകളിൽ തറ മുകളിൽ ഗർഭഗൃഹം മാത്രം ഒരു നിലയിൽ പണിതിട്ട് ചെറിയൊരു അമ്പലം ഒരു തറപ്പുള്ളി ഉണ്ടായിരുന്നു. 52-ലാണ് അത് പണിതതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പല കാലം പരിപാടിയൊന്നും ഉണ്ടായില്ല. ഒരു ശാന്തിക്കാരൻ പൂജ ഉണ്ടായിരുന്നു. കൊച്ചിൻ ദിവസം കൊണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. അത് രാജാക്കന്മാരുടെ ആയിരുന്നു. ആദ്യം ചോള രാജാക്കന്മാരുടെ കാലത്ത് ആണ് തുടങ്ങിയിട്ടുള്ളത്. 7-ാം നൂറ്റാണ്ടിൽ പരശുരാമ പ്രതിഷ്ഠയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും കാലപ്പഴക്കങ്ങൾ, പിന്നെ കാലപ്പഴക്കങ്ങൾ കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടൊക്കെ നശിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഏരിയയിൽ എവിടെ നോക്കിയാലും ഈ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കല്ലുകളും കൊത്തുപണിയുള്ള കല്ലുകളൊക്കെ കാണാൻ പറ്റും. 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്രീകോവിലുകളുടെ പുനരുദ്ധാരണവും മറ്റ് നവീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കിയത്. കലശ ചടങ്ങുകൾക്ക് ശേഷം ഫെബ്രുവരി 7-ന് കൊടിയേറി 15-ന് മഹാശിവരാത്രിയോടെ സമാപിക്കുന്ന ഉത്സവ ആഘോഷങ്ങളും വിപുലമായി നടക്കും. വിവിധ ദിവസങ്ങളിലായി അഷ്ടമംഗല്യ പ്രശ്ന പരിഹാരക്രിയകൾ, മഹാഗണപതി ഹോമം, തത്വഹോമം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ നടക്കും. നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി കെ പ്രസാദ് ചന്ദ്രൻ, ഉപദേശക സമിതി പ്രസിഡന്റ് ജയപ്രകാശ്, നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ KP, കലശ കമ്മിറ്റി ട്രഷറർ KR വിജയകുമാർ, നവീകരണ കലശ കമ്മിറ്റി സെക്രട്ടറി പ്രകാശ് K, ജോയിന്റ് സെക്രട്ടറി ബാലൻ K നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂകി വിളിച്ച് അമൃത് ഭാരത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം. റെയിൽവേ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സ്വീകരണ ചടങ്ങിൽ. തച്ചമ്പാറ മാച്ചാന്തോട് ചന്തണ്ടയിൽ നാട്ടുകാരെ വിറപ്പിച്ച പുലി കുടുങ്ങി. കഴിഞ്ഞ ദിവസം കാളക്കുട്ടിയെ പുലി ആക്രമിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. പുലി കുടുങ്ങിയത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. ദേശാടനക്കിളിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി ഒറ്റപ്പാലം മായനൂർ പാലത്തിനു സമീപം ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. ദേശാടന പക്ഷികൾ വിരുന്നെത്തി മുട്ടയിട്ട് അടയിരിക്കുന്ന ഈ പുൽക്കാടുകളിൽ വേനൽ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമായ സാഹചര്യത്തിൽ ജാഗ്രതയോടെ അഗ്നിരക്ഷാസേന. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.